ഹലോ ഗൈസ്, ആസ്ട്രോളവേഴ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ എപ്പിസോഡിൽ ഒരു വീടുണ്ടാക്കണം. നമ്മൾ വീടുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് കുറച്ചൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ വേണം. പിന്നെ ഞാൻ ഓഫ് ക്യാമറ ഇത്തിരി എക്സ്പ്ലോറിങ് ചെയ്ത് വില്ലേജ് 2 കണ്ടുപിടിച്ച് ഇത്തിരി ലൂട്ടും കിട്ടി. ഇടയ്ക്കൊരു പില്ലേജ് ഔട്ട് പോസ്റ്റും കണ്ടുപിടിച്ച് 2-3 വില്ലേജ് കണ്ടുപിടിച്ച് അതിനകത്ത് പില്ലേജ് ഔട്ട് പോസ്റ്റിങ് എനിക്ക് മെൻറ്റി ബുക്കും കിട്ടി. പിന്നെ ഞാൻ ഓഫ് ക്യാമിന് മൈവിൻ പോയി ഇപ്പോൾ ഡയമണ്ട് പിക്കാക്സ് ഒക്കെ കിട്ടി. പിന്നെ ഈ ചില റൂട്ടൊക്കെ എനിക്ക് പിന്നെ എന്തുവാ ഇങ്ങനെ ലൂട്ട് ചെയ്തപ്പോഴും കിട്ടി. അത്യാവശ്യം ലൂട്ടൊക്കെ കിട്ടി. ഇതിപ്പം നമ്മൾ സെറ്റാണ്. വീടുണ്ടാക്കാം ഇത്രയും മെറ്റീരിയൽസ് കളക്ട് ചെയ്തു. ഒരു ചെസ്റ്റ് മൊത്തം ഇത് കളക്ട് ചെയ്ത് പിന്നെ സ്പോൺസും കളക്ട് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് കൊള്ളണം. എനിക്ക് ആദ്യം വേണ്ടത് തന്നെ മറ്റേ ബെർച്ചിൻ്റെ തടിയാണ്. ഇവിടെ ഇത്തിരി മരം നിൽപ്പുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം നൈറ്റ് ആവുമല്ലേ, അവിടെ പോയിട്ട് കിടക്കാം. ബെഡ് പെട്ടെന്നങ്ങ് വെച്ചിട്ടൊന്ന് കിടന്നുറങ്ങിട്ട് എന്ത് അതെ, ബെഡ് ഇവിടെ വെച്ച് കിടന്നുറങ്ങി. സോംബി വരും, പെട്ടെന്ന് ഉറങ്ങി കയറി പൊട്ടിച്ചെടു. എടുത്തടി അടി 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 ചോടിച്ചോ. ഓട്ടം ക്ലാസ് അങ്ങോട്ട് ഒരു പട്ടി ടേമി എന്ന പക്ഷെ പോണില്ല. നമുക്കങ്ങ് പണിയങ്ങ് ആരംഭിക്കാം. ഞാൻ വുഡൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞ്, പക്ഷെ ഞാൻ ഇടയ്ക്ക് വെച്ചെന്ന് വെച്ചാൽ കറി പൊറോട്ടി. അതുകൊണ്ട് എൻ്റെ ലെവൽ 27 പിന്നെ എൻ്റെ ഷീൽഡും പോയി, ഡീസ്പോണായി പോയി. എവിടെ നിന്ന് എനിക്കൊന്നും അറിയില്ല, പോയി. ഇപ്പോൾ ഒരു പുതിയ ഷീൽഡുണ്ടാകും. അയാൾ വെറുതെ വെച്ചേ. അതായത് നമുക്ക് ആ ഷീൽഡ് അങ്ങ് ഉണ്ടാക്കാം. ഷീൽഡും കൈ സ്കിപ്പ് ചെയ്ത് ഞാൻ ഉറങ്ങിട്ട് സ്ലീപ്പ് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റീവ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന വീടിലൊന്ന് ബിൽഡ് ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രസമുണ്ട്. ഞാൻ 2-3 ഡിസൈൻ ഇൻസ്പയർ ചെയ്താണ് ഉണ്ടാക്കിയത്. നിങ്ങളൊന്ന് കാണിക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുക ഉണ്ടാക്കുന്ന ഒരു സാധനം. കൊള്ളാം, നല്ല വ്യൂ ഒക്കെ ഉണ്ട്, നല്ല രസവും ഉണ്ട്, കാണാനും കൊള്ളാം. ഞാൻ ബിൽഡ് ചെയ്തതാ. പിന്നെ 2 ഫ്ലോറാണ്, അണ്ടർഗ്രൗണ്ടും മുകളിലെ ഫ്ലോറും. ഇവിടെ നമ്മുടെ സ്മെൽറ്റിംഗ് റൂമായിട്ട് വരും. പിന്നെ ഇവിടെ ഈ സൈഡിൽ ലൈബ്രറി, ഒരു ബാൽക്കണി സെറ്റപ്പ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ സ്പേസിൽ ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും വേൾഡിലോട്ട്. ആദ്യം തന്നെ വീടുണ്ടാക്കാനായിട്ട് ഒരു ഡേർട്ട് വെച്ച് എത്ര ഏരിയ വരും എന്നൊന്ന് മാർക്ക് ചെയ്യണം. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട്, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, എന്നിട്ട് മാർക്ക് ചെയ്ത് നമുക്കൊരു മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്ത് ഇനി നമുക്ക് മറ്റേ സ്ക്രൂസ് എടുത്തിട്ട് ഈ അവിടെ നിന്ന് വെച്ച് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഇവിടെ ഇവിടെ ഒരു സ്ക്രൂസ് വേണം. ഓക്കെ, ഇത്രയും ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു മെയിൻ പിന്നെ പുതിയൊരു ഒപ്റ്റിഫൈൻ മെറ്റീരിയൽ സോഡിയം ലിഥിയം എടുത്തു. ഇപ്പം കുറച്ചുകൂടെ സ്മൂത്തായി. റെക്കോർഡിംഗ് ഒക്കെ 116 FPS കിട്ടുന്നുണ്ട്. അത് എൻ്റെ പ്രോസസ്സറിനെ സംബന്ധിച്ച് ഭയങ്കര FPS. എൻ്റെ ഗ്രാഫിക്സ് കാർഡും ഇല്ല. അവർ ഇത് ബിൽഡ് ചെയ്തിട്ടാണ്. ഓക്കെ, വാളിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പം അടുത്ത ഫ്ലോറിൻ്റെ പണി ചെയ്യണം. അതിനകത്തൊരു ഓക്ക് ലോഗ് എടുത്തിട്ട് പ്ലാങ്ക് ആക്കണം. ഓക്കെ, എന്നിട്ട് ഈ പ്ലാങ്ക് എടുത്ത് ഫ്ലോർ വെച്ച് തുടങ്ങണം. 3, 2 go. ഓക്കെ, ഇനി ബാക്കിലത്തെ പില്ലർ നമുക്ക് വെച്ച് തുടങ്ങാം. 1, 2, 3, 4, 3. ഇവിടെ ഇങ്ങനെ ഇതുണ്ട്. ഇവിടെ ഒരു പില്ലർ 1, 2, 3. ഓക്കെ, ഇപ്പം ആട്ടെ പില്ലറും. ഇനിയിപ്പം നമ്മുടെ ഫ്രണ്ടിലത്തെ ഡെക്കറേഷൻ ചെയ്യണം. ഇവിടെ ഒരു സ്റ്റോൺ മുഖത്താൽ ഇടിച്ച് വെച്ചിട്ട് ഇവിടെ 2, എന്നിട്ടൊരു മറ്റേ റൂഫിനോട്ടൊരു പില്ലർ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. വരുന്നുണ്ട്.
ഇനി നമുക്ക് ഈ സെക്കൻഡ് ഫ്ലോറിന് വേണ്ടി നോക്കാം. ഇനി നമുക്കൊരു എൻജോയ്മെന്റ് റൂമിന്റെ സെറ്റപ്പാണ് ഇത് മൊത്തം. ഈ ഏരിയ മൊത്തം എൻജോയ്മെന്റിങ്ങാണ്. ഈ വുഡും കെട്ടിച്ചെടുത്ത് ഈ സൈഡ് മൊത്തം ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഓപ്പൺ ഡിസൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സെറ്റാക്കാം. ഇനിയിപ്പോൾ ഇത്തിരി ഫെൻസ് എടുത്തിട്ട് ഇതിനെ കൂടെ ഒരു വാലയും തരാം. എൻ്റെ ഫെൻസ് റാപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് ഫെൻസ് എടുത്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്ത് ഓക്കെ എൻജാൻഡിങ്ങിന് ടേബിളും കൂടെ തെറ്റാണ്. ബാക്കി അങ്ങനെ ആ പണി ഇനി റൂഫിൻ്റെ പണി നോക്കണം. ഇവിടെ നിന്നൊരു സിമ്പിളായിട്ട് കയറാൻ വേണ്ടി ഇവിടെ നിന്നൊരു സ്റ്റെയർ കേസ് ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങിയ ഈ സ്കില്ലത്തില്ലാത്തതുകൊണ്ടൊന്നുമല്ല വീഴുന്നത്, ചുമ്മാ ചെയ്യാൻ നോക്കിയാൽ മറ്റേ ചാടി ചാടി. ഇവിടെ അല്ല ഇത് വരേണ്ടത്. ഇവിടെ ഞാൻ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് കൊള്ളാം, പക്ഷെ ഇവിടെ വെക്കുന്നില്ല ഞാൻ. അത് കൊള്ളത്തില്ലായിരിക്കും. പിന്നെന്തുവാ ഉള്ളത്? ഈ ആറ്റിക്കിൽ ഇനി പണി കിടക്കണം. ആറ്റിക്ക് പണി കിടത്താം. ഇന്റീരിയർ ഇതിപ്പോൾ എങ്ങനെ വരും? ആണെനിക്കാണ് അതിൻ്റെ ബെഡും. അപ്പം വെളിയിൽ കിടന്ന് ബെഡൊക്കെ എടുത്തുകൊണ്ട് വരാം. ബ്ലൂ ബെഡ് കൊണ്ടാകും, ഗ്രേ ബെഡ് കൊള്ളാമല്ലോ. റെഡ് ബെഡ് ആവുന്നു നല്ലത്. ഇവിടെ അധികം ബെഡ് കണ്ടോ, കിടച്ചല്ലേ. ഇവിടെ ഒരു ടേബിൾ വരാൻ നോക്കണം. ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഒരു എന്തോ ടേബിൾ ഇരിക്കണ്ടാകണം. ഏത് ഡിസൈൻ വേണം? അപ്പം ഇവിടെ ഒരു ഇവിടെ ഒരു അല്ല, ഇങ്ങനെ മറ്റേ രീതിയിലാണ് തലയിരിച്ച് എന്നിട്ട് ഇവിടെ തലയിരിച്ച് അല്ലല്ല, ഇവിടെ കാഫീനെ നോക്കാം. എന്നിട്ട് വേണ്ട എന്നിട്ട് ഒരു എന്തുവാ ഏരിയ മറന്നു. ആ സ്ലാബ് കിടത്ത് ഇങ്ങനെ ഇങ്ങനല്ല, ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ തന്നെ വന്നിട്ട് അത് വെച്ചാൽ കൂടെ കൊള്ളാം. ഇത് കൊള്ളാം തോന്നുന്നു. എന്നിട്ട് പിന്നെ എന്താണ് ഇത് സപ്പോർട്ടില്ലാത്ത പോലെ ഇരിക്കുന്നു. ഇത്തിരി ആറ്റിക്കാവുമ്പോഴേ ഇവിടെ ഇത്തിരി പില്ലർ വെച്ച് കൊടുക്കില്ല, കുറച്ചുകൂടെ രസമായിരിക്കും കാണാൻ. ഇത് കുറച്ചുകൂടെ കൊള്ളാമല്ലോ. എന്നിട്ട് ഇനി ഇവിടെ എന്തെങ്കിലും വേണം, എന്തെങ്കിലും സ്പെഷ്യൽ രീതി. അത് അടുത്ത എപ്പിസോഡ് ചെയ്യാം. അണ്ടർഗ്രൗണ്ടിൽ ഡിസൈൻ ചെയ്യണം. എൻ്റെ ടഫ് ഉണ്ടല്ലോ, ടഫ് വെച്ചിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഇത്തിരി പോളിഷ് ആൻസർ എടുത്ത് ഇതിനെ മിഡിലങ്ങ് ഫില്ല് ചെയ്യാം. കുറച്ചുകൂടെ രസമുണ്ട്. ഒരു സിമിട്രി ഇല്ലല്ലോ. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലും ക്രാഫ്റ്റിംഗ് ടേബിൾ നോക്കാം. അപ്പോൾ കിടിലായിരിക്കും. ക്രാഫ്റ്റിംഗ് നോക്കാം.
4 വേണം. MBA ഒരെണ്ണമുണ്ട്, ഇവിടെയും 2 വേണം. ഇപ്പം എത്ര 4 കണക്കിട്ട് ഇതും പൊട്ടിക്കണം. എന്നിട്ട് ഇവിടെ വെക്കണം, ഇവിടെ വെക്കണം, ഇവിടെ വെക്കണം. ഇപ്പം സെറ്റായി. അത് സെറ്റായി. ഇനി പറഞ്ഞിട്ട് തിരിച്ചെടുത്തിട്ട് എന്നിട്ട് ഇവിടെ വെക്കാം. 1 2 3 4 5 6 7 8 9 ഹർനസ് ഉണ്ട്. കുറച്ചുകൂടെ കൊള്ളാം. ഒരു ഹർനസ് കയ്യിലിരിക്കട്ട് ആവശ്യം വരും. എന്നിട്ട് ഇത്തിരി ലോഗ് എടുത്തിട്ട് നമുക്കാണെങ്കിൽ ചെസ്റ്റ് ഉണ്ടാക്കണം. ആദ്യം നമുക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഇതിൽ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഇവിടെ ചെസ്റ്റ് പ്ലേസ് ചെയ്യാം. 1 ഓക്കെ. നമ്മൾ ചെസ്റ്റ് മൊത്തം വെച്ച് കഴിഞ്ഞ് ഇനി ഫ്രണ്ട് മുകളിലത്തെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, അതൊന്ന് ശരിയാക്കാൻ. നമുക്കിവിടെ വാല്യുബിൾസും കുറച്ചിട്ട് സാധനങ്ങളും വെക്കാൻ വേണ്ടി ഇവിടെ ഒരു ബാരൽ രീതി ഒരു കളക്ഷൻ സിസ്റ്റം വെക്കാം. കുറച്ചുകൂടെ രസം ഉണ്ടായിരിക്കും. അത് ബാരൽ ഉണ്ടാക്കിയിട്ട് വരട്ട്. ഓക്കെ, നമ്മൾ ബാരൽ വെച്ച് കഴിഞ്ഞു. ഇനി ബാരലിൻ്റെ സൈഡിൽ 2 എന്തുവാ ടഫ് ബ്ലോക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഓക്കെ, ഒരു ബേസ് രീതിയിൽ പണി രീതിയെല്ലാം നടന്നിട്ടുണ്ട്. അടുത്ത മൊത്തം ഇട്ട് ഇപ്പം ഇൻറ്റീരിയർ അടുത്ത എപ്പിസോഡ് ഉണ്ടാക്കാം അല്ലേ? ഇന്ത്യയുടെ അടുത്ത എപ്പിസോഡ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. പിന്നെ എപ്പിസോഡ് MBയിലുണ്ട്. ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം, സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ.